ദൃശ്യം 3 കണ്ടു ഫ്രം ലാഡർ സിനിമാസ്. 8 മണിക്ക് തന്നെ ഫാൻ ഷോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം ഒരു 2.5 മണിക്കൂറിനടുത്തോളം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് ഒരു മെലോ ഡ്രാമ, കുറേ ഫാമിലി ഇമോഷൻസ് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു ഇൻ്റർവെൽ എത്തുമ്പോഴാണ് ആ ഒരു ബാറ്റിൽ ബിഗിൻ ചെയ്യുന്നത്, ദ റിയൽ ബാറ്റിൽ. പഴയ ആ പോലീസുകാരും ജോർജ് കുട്ടിയും തമ്മിലുള്ള ആ സ്റ്റോറി, അവരുടെ ആ കേസ് ഒന്നും കൂടി അവർ റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. അവിടെ വെച്ച് പടം അങ്ങോട്ട് ഹൈ ആവും. സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി പടം മൊത്തം തിയേറ്റർ ഇളക്കി മറിക്കുന്ന 1-2 സീൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ സ്പോയിലർ ആവും. അപ്പോൾ ജിത്തു ജോസഫ് ഹിസ് ബാക്ക്, ഹാറ്റ്സ് ഓഫ് മാൻ. നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല പുള്ളി അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ജോർജ് കുട്ടീസ് ബ്രില്യൻസ്. നമുക്ക് ആ ഒരു മൂവ് നമുക്കൊന്നും കൂടി തിയേറ്ററിൽ നിന്ന് നേരിട്ട് കാണാൻ പറ്റി. ഈ ഒരു ദൃശ്യം 4 ഉണ്ടാവുമോ? പടത്തിൻ്റെ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു സ്പോയിലർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് പടത്തിൻ്റെ ഗ്രാഫ് കയറുന്നത്. അപ്പോൾ അവിടെ ഒരാളെ കാണിക്കും, പിന്നെയാണ് സ്റ്റോറി. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണണം. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.